നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. ഫിഫ വേൾഡ് കപ്പിൽ ബ്രസീൽ ഇന്ന് ജപ്പാനെ നേരിടുകയാണ്. ജപ്പാൻ വലിയ രൂപത്തിലുള്ള മൈൻഡ് ഗെയിമൊക്കെ കളിക്കുന്നുണ്ട്. അവരുടെ കോച്ചും അവരുടെ താരങ്ങളും ഒക്കെ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങളെ ഞങ്ങൾ തോൽപ്പിച്ചതല്ലേ, ഇൻ്റർനാഷണൽ ഫ്രണ്ട്ലിയിൽ ഒക്ടോബറിൽ നിങ്ങളെ ഞങ്ങൾ തോൽപ്പിച്ചതല്ലേ, ഞങ്ങളിത് ആവർത്തിക്കും എന്നാണ് ഇപ്പോൾ ജപ്പാൻ്റെ ടീമിലെ അംഗങ്ങളും കോച്ചും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ മൈൻഡ് ഗെയിം, അപ്പോൾ മൈൻഡ് ഗെയിമിൽ താൻ വീഴുന്നില്ല എന്ന് തന്നെ ആഞ്ചലോട്ടി വ്യക്തമാക്കിയതാണ്. മാർക്കിന്യോസ് പറയുന്നവരോട് പറയട്ടെ, നമുക്ക് ഗ്രൗണ്ടിൽ കാണാം. മാർക്കിന്യോസിനോട് ചോദിക്കുന്നു, നിങ്ങൾ ജപ്പാനോട് തോറ്റല്ലോ, ആ തോൽവിയിൽ നിന്ന് നിങ്ങളെന്ത് പഠിച്ചു, ആ തോൽവിയെ നിങ്ങളെങ്ങനെ കാണുന്നു, അത് ആവർത്തിക്കുമോ ഈ കളിയിൽ? അദ്ദേഹത്തിൻ്റെ മറുപടി, ഞാൻ വിചാരിക്കുന്നത് ആ തോൽവി ഉണ്ടല്ലോ, ആ തോൽവിയെ ഒരു എക്സ്പീരിയൻസ് ആണ്, ലേണിംഗ് എക്സ്പീരിയൻസ് ആയിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഈ റീസെൻ്റ് ഇയേഴ്സിൽ ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ളതെല്ലാം ഈ വേൾഡ് കപ്പിനുള്ള ഒരു അനുഭവ പാഠം, എക്സ്പീരിയൻസ് എന്ന രൂപത്തിൽ എടുക്കുന്നുള്ളൂ. ഒരു ലേണിംഗ് എക്സ്പീരിയൻസ്, അതൊരു ടെസ്റ്റ് പോലെ, ഒരു പരീക്ഷണം പോലെ, ഞങ്ങളുടെ കോച്ചിന് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനുള്ളൊരു പരീക്ഷണം പോലെ മാത്രമേ കാണുന്നുള്ളൂ. ഞാനും അതങ്ങനെ എടുക്കുന്നുള്ളൂ. അത്തരം ഗെയിമുകൾ ഞാൻ അങ്ങനെയാണ് എടുക്കുന്നത്. സോ ബ്രസീലിയൻ ടീം എന്ന് പറഞ്ഞാൽ ഓൾവേസ് ശക്തമായിട്ടുള്ളൊരു ടീമാണ്. ഞങ്ങൾക്ക് എപ്പോഴും കളിക്കളത്തിലേക്ക് ഇറങ്ങി ടീമിനെ സഹായിക്കാൻ ആഗ്രഹിക്കുന്ന താരങ്ങളുമുണ്ട്. പക്ഷേ ഞങ്ങളന്ന് തോറ്റു എന്ന് പറയുമ്പോഴും നല്ല മത്സരമായിരുന്നു. പക്ഷേ ചില ഘട്ടങ്ങളിൽ അങ്ങനെയൊക്കെ സംഭവിക്കാം. ഇനി ഞാൻ പറയട്ടെ, അവിടം മുതൽ ഞങ്ങൾ ഒരുപാട് മാറിയിട്ടുണ്ട്. ആ കളിക്ക് ശേഷം ഞങ്ങൾ ഒരുപാട് മാറിയിട്ടുണ്ട്. ഒരു ടീം എന്ന നിലയിൽ ഞങ്ങൾ ഒരുപാട് വളർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ വേൾഡ് കപ്പിന് എത്തിയിട്ടുള്ള ഈ 3 കളികളിലും ഞങ്ങൾ നന്നായിട്ട് ഗ്രോ ചെയ്തിട്ടുണ്ട്, വളർന്നിട്ടുണ്ട്. സോ അന്നത്തെ തോൽവിയിൽ നിന്നും ടോട്ടലി ഡിഫറെൻറ്റ് സിറ്റുവേഷനാണ് ഇന്നുള്ളത്. ടീംസ് നോക്കൗട്ട് ഗെയിമുകളിലേക്ക് എത്തുന്നു. അന്നൊരു ഫ്രണ്ട്ലി മത്സരമായിരുന്നു, ഇന്ന് അങ്ങനെയല്ല, വേൾഡ് കപ്പിന് നോക്കൗട്ട് ഗെയിമാണ്. സോ നമ്മൾ എന്ത് പഠിച്ചു അന്ന് മുതൽ ഇന്ന് വരെ, അതിപ്പോൾ ഗ്രൗണ്ടിൽ കാണിക്കേണ്ട ഒരു സമയമാണ്. പക്ഷേ ജപ്പാൻ ടീമിനെ ഞാൻ റീസെൻറ്റ് ഡേയ്സിൽ ഞങ്ങൾ അനലൈസ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്കറിയാം അവർ വളരെ മികച്ച ടീമാണെന്നുള്ളത്. അവർക്കെതിരെ ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള സ്ട്രാറ്റജി ഉണ്ട്. കഴിയാവുന്നതൊക്കെ ഞങ്ങൾ ചെയ്യും. അതെല്ലാം ഒഴിവാക്കേണ്ട മിസ്റ്റേക്കുകൾ പരമാവധി ഞങ്ങൾ ഒഴിവാക്കുകയും ചെയ്യും. എന്നിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ലക്ഷ്യം. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത്, നാളെ മുതൽ, അദ്ദേഹം ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് പറയുകയാണ്, നാളെ മുതൽ ഒരു പുതിയ കോമ്പറ്റീഷൻ ആരംഭിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് സ്റ്റേജ് കഴിഞ്ഞു. ഇനി അങ്ങോട്ട് കാര്യങ്ങൾ മറ്റൊരു തലത്തിലേക്കാണ് പോകുന്നത്. തീർച്ചയായിട്ടും ഒരു ഗ്രേറ്റ് ഗെയിമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നാണ് മാർക്കിന്യോസ് പറഞ്ഞത്. പിന്നെ ബ്രസീലിനെ ഒന്ന് ഇടിച്ച് താഴ്ത്തുന്ന തരത്തിലുള്ള സംസാരങ്ങളൊക്കെ ജപ്പാൻ്റെ താരങ്ങളും കോച്ചും ഒക്കെ നടത്തിയല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ അങ്ങനെ എതിരാളികളെ മോശക്കാരായിട്ട് ചിത്രീകരിക്കുന്നില്ല, അങ്ങനെയല്ല, അതല്ല ഞങ്ങളുടെ രീതി. ഞങ്ങൾ ഒന്നിനെയും മോശമായി കാണുന്നില്ല. ഗ്രൗണ്ടിൽ നമ്മൾ കാലുറപ്പിച്ച് നിന്ന് കളിക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഞങ്ങൾ ക്രൊയേഷ്യയോട് തോറ്റു. എന്നാൽ ആ ക്രൊയേഷ്യൻ ടീം പിന്നെ പറഞ്ഞത് എന്താ, അവരെക്കാൾ ബെറ്റർ ടീം ഞങ്ങളാണ് എന്നായിരുന്നു. അതുപോലെ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ഞാൻ PSG വേണ്ടി കളിച്ചു, എൻ്റെ ടീം ബൂട്ടാഫോഗോയോട് തോറ്റു. അപ്പോൾ അതൊക്കെ അങ്ങനെ സംഭവിക്കാം. ബൂട്ടാഫോഗോയേക്കാൾ ഞങ്ങൾ എത്രയോ മികച്ച ടീമാണ് എന്ന് എല്ലാവരും പറയുകയും ചെയ്തു. സോ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെയാണ് കളിക്കളത്തിൽ നമുക്ക് കാണാം എന്നാണ് ഇപ്പോൾ മാർക്കിന്യോസ് പറയുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ് ഫുട്ബോൾ.